രണ്ടാമത്തെ ടൈപ്പ് പോയിന്റ് ഡിഫക്റ്റ് ആണ് നോൺ സ്റ്റോക്യോമെട്രിക് ഡിഫക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ഡിഫക്റ്റ് ദാറ്റ് ഡിസ്റ്റർബ് ദ സ്റ്റോക്യോമെട്രി അല്ലെങ്കിൽ റേഷ്യോ ഓഫ് ദി ക്രിസ്റ്റൽ. ഒരു ക്രിസ്റ്റലിൻ്റെ സ്റ്റോക്യോമെട്രിയെ അല്ലെങ്കിൽ റേഷ്യോയെ ഡിസ്റ്റർബ് ചെയ്യുന്ന, ബാധിക്കുന്ന ഡിഫക്റ്റുകളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഡിഫക്റ്റ് വരുന്നതോടുകൂടി അതിൻ്റെ കാറ്റിയോണും ആനയോണും തമ്മിലുള്ള അനുപാതത്തിൽ മാറ്റം സംഭവിക്കും. ഇറ്റ് ഈസ് 2 ടൈപ്സ്. ഇതും 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തേതാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, അതുപോലെ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. നമ്മളിവിടെ മെറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ കാറ്റിയോണാണ്. അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് അല്ലെങ്കിൽ കാറ്റിയോൺ എക്സസ് ഡിഫക്റ്റ്, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് അല്ലെങ്കിൽ കാറ്റിയോൺ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. ഇനി അത് ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് അഥവാ മെറ്റൽ അധികമാകുക. മെറ്റൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കാറ്റിയോൺ അധികമാകുക അങ്ങനെ ഉണ്ടാകുന്ന ഡിഫക്റ്റ്. ദിസ് ഹാപ്പൻസ് ബൈ 2 ways. ഇത് 2 രൂപത്തിൽ സാധ്യമാണ്. എങ്ങനെയായിരിക്കും ഒരു കാറ്റിയോൺ അധികമാകുക? ഒന്നാമത്തെ സാധ്യത ഡ്യൂ ടു ആനയോൺ വാക്കൻസി. ആ ക്രിസ്റ്റലിനകത്തുള്ള ആനയോണ് അവിടുന്ന് മിസ്സാകുക. ആനയോൺ മിസ്സാകുമ്പോൾ എന്ത് സംഭവിക്കും? ആനയോണുള്ള ഭാഗം വാക്കൻ്റായിട്ട് കിടക്കും. ഓട്ടോമാറ്റിക്കലി ഒരു പോസിറ്റീവ് അയോൺ അല്ലെങ്കിൽ ഒരു കാറ്റിയോൺ അഥവാ ഒരു മെറ്റൽ എന്തായിരിക്കും? അധികമായിട്ട് വരും. ഫോംഡ് വെൻ സം ആനയോൺസ് ആർ മിസ്സിംഗ് ഫ്രം ദർ ലാറ്റിസ് സൈറ്റ് ബൈ പ്രൊഡ്യൂസിങ് ഹോൾസ്. അഥവാ ആനയോൺ എന്ത് ചെയ്യുന്നു? അവരുടെ ലാറ്റിസ് സൈറ്റിൽ നിന്ന് മിസ്സാകുന്നു. സ്വാഭാവികമായിട്ടും ആ ലാറ്റിസ് സൈറ്റിൽ ഹോൾ, ഒരു ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. These holes are occupied by electrons to maintain electrical neutrality of the crystal. ഈ ഹോളുകൾ അഥവാ ആനയോണ് നഷ്ടപ്പെടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ വാക്കൻസി, അതിനെയാണ് ഹോൾ എന്ന് പറയുന്നത്. ഹോൾസ് ആർ ഒക്യുപ്പൈഡ് ബൈ ഇലക്ട്രോൺസ്. അവിടെ ഇലക്ട്രോണുകൾ വന്ന് സ്ഥിതി ചെയ്യും. എന്തിനു വേണ്ടി? ടു മെയിൻറ്റെയിൻ ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ദി ക്രിസ്റ്റൽ. ആ ക്രിസ്റ്റലിൻ്റെ ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു അയോണിക് ക്രിസ്റ്റലിനകത്ത് എന്ത് ടൈപ്പ് ഡിഫക്റ്റ് വന്നാലും അതിൻ്റെ ചാർജിന് വ്യത്യാസം വരാൻ പാടില്ല. എന്താണ് ഒരു അയോണിക് കോമ്പൗണ്ടിൻ്റെ ചാർജ്? ചാർജ് ന്യൂട്രലാണ്. എങ്ങനെയാണ് ചാർജ് ന്യൂട്രൽ ആകുന്നത്? നമുക്കറിയാം, അതിൽ പോസിറ്റീവ് അയോണുണ്ട്, നെഗറ്റീവ് അയോണുണ്ട്. പോസിറ്റീവ് അയോണിൻ്റെയും നെഗറ്റീവ് അയോണിൻ്റെയും എണ്ണം തുല്യമായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ന്യൂട്രൽ ആവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് നോൺ സ്റ്റോക്യോമെട്രിക് ഡിഫക്റ്റാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇത്തരം ഡിഫക്റ്റ് വരുമ്പോൾ അതിൻ്റെ റേഷ്യോക്ക് മാറ്റം വരും. റേഷ്യോക്ക് മാറ്റം വരിക എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നോക്കൂ, ആനയോൺ പോയാൽ സ്വാഭാവികമായിട്ടും ഒരു നെഗറ്റീവ് ചാർജ് കുറയില്ലേ? നെഗറ്റീവ് ചാർജ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും? കാറ്റിയോൺ അധികമാവും. അതുകൊണ്ടാണ് അതിനെന്ത് വിളിച്ചത്? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് വിളിച്ചത്. പക്ഷേ കാറ്റിയോൺ അധികമാകുമ്പോൾ ആ അയോണിക് കോമ്പൗണ്ടിൻ്റെ ചാർജ് എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. പക്ഷേ ഡിഫക്റ്റ് വന്നാൽ ഒരിക്കലും എന്ത് സംഭവിക്കാൻ പാടില്ല? ചാർജിന് മാറ്റം വരാൻ പാടില്ല. ചാർജ് ന്യൂട്രലായി തന്നെ നിൽക്കണം. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഇവിടെ ആനയോൺ നഷ്ടപ്പെടുമ്പോൾ ആ ആനയോൺ നഷ്ടപ്പെട്ട ഭാഗത്ത്, ആ ഹോളിനകത്ത് അതിന് തുല്യമായ ഇലക്ട്രോണുകൾ വന്ന് നിൽക്കും. ആ ഇലക്ട്രോണുകൾ എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ആ ഇലക്ട്രോണുകൾ വന്ന് നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ക്രിസ്റ്റലിൻ്റെ ചാർജ് ന്യൂട്രലായിട്ട് നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. ഇതിൽ വരുന്ന ഒരു ടേമാണ് എഫ് സെൻറ്റർ. എഫ് സെൻറ്റർ എന്ന വാക്ക് ഈ മെറ്റൽ എക്സസ് ഡിഫക്റ്റിലെ ആനയോൺ വാക്കൻസി മൂലമുണ്ടാകുന്ന മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ വരുന്ന ടേമാണ് എഫ് സെൻറ്റർ. എഫ് സെൻറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒരു ഫാർബൻ സെൻറ്റർ എന്ന ഒരു ജർമ്മൻ വേർഡിൽ നിന്നാണ് എഫ് സെൻറ്റർ വന്നിട്ടുള്ളത്. അഥവാ ഇവിടെ ഈ ഫാർബൻ സെൻറ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കളർ സെൻറ്റർ എന്നാണ്. അഥവാ ഈ ടേം വരാനുള്ള കാരണം, ആദ്യം എഫ് സെൻറ്റർ എന്താ അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. എഫ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ആനയോൺ വാക്കൻസീസ് ഒക്യുപ്പൈഡ് ബൈ അൺപെയ്ഡ് ഇലക്ട്രോൺ. നമ്മൾ നേരത്തെ പറഞ്ഞു ആനയോൾ നഷ്ടപ്പെടും, ആനയോണുകൾ മിസ്സാകുമ്പോൾ അവിടെ ഹോൾ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹോളിനകത്ത് ഇലക്ട്രോണുകൾ വന്ന് നിൽക്കും. അപ്പോൾ അങ്ങനെ ഇലക്ട്രോണുകൾ വന്ന് നിൽക്കുന്ന ആ ആനയോൺ വാക്കൻസികൾ വിളിക്കുന്ന പേരാണ് ആനയോൺ വാക്കൻസി ഒക്യുപ്പൈഡ് ബൈ ഇലക്ട്രോൺ. അതിനെ വിളിക്കുന്ന പേരാണ് എഫ് സെൻറ്റർ എന്ന്. അപ്പോൾ അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണ്? ഇതാ നോക്കും. അതിനെ
എഫ് സെൻറ്റേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ certain കളർ ഫോർ ദി ക്രിസ്റ്റൽ വെൻ ദേ ആർ ഹീറ്റഡ് ഇൻ എ ഫ്ലെയിം. എന്തുകൊണ്ടാണ് ആ ഇലക്ട്രോണുകൾ വന്ന് നിൽക്കുന്ന സ്ഥലത്തെ എഫ് സെൻറ്റർ എന്ന് വിളിക്കുന്നത്? അതിൻ്റെ കാരണം ഇതാണ്. അങ്ങനെ ഒരു ഡിഫക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഡിഫക്റ്റ് ഉള്ള ക്രിസ്റ്റലിനെ നമ്മളൊരു ഫ്ലെയിമിൽ ചൂടാക്കിയാൽ ആ ക്രിസ്റ്റലിന് ചില പ്രത്യേക കളറുകൾ കാണപ്പെടുന്നു. ആ പ്രത്യേക കളറുകൾക്ക് ഉത്തരവാദി, റെസ്പോൺസിബിൾ, ആ കളർ കൊടുക്കുന്നത് ആരാണ്? ഈ എഫ് സെൻറ്ററാണ്. അപ്പോൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ, ആനയോൺ വാക്കൻസി മൂലമുണ്ടാകുന്ന ആ ഡിഫക്റ്റിൽ ആ ക്രിസ്റ്റലിൻ്റെ ചാർജ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോണുകൾ സ്ഥിതി ചെയ്യും. ആ ഇലക്ട്രോണുകൾ സ്ഥിതി ചെയ്യുന്ന ആനയോൺ വാക്കൻസികളെ വിളിക്കുന്ന പേരാണ് എഫ് സെൻറ്റർ. ഈ എഫ് സെൻറ്ററുകളാണ് ഈ ക്രിസ്റ്റലുകൾക്ക് പ്രത്യേക കളറുകൾ ഉണ്ടാകാനുള്ള കാരണം. ആ പ്രത്യേക കളർ എപ്പോഴാണ് ഉണ്ടാകുന്നത്? നോർമൽ കേസിൽ ഉണ്ടാവില്ല, അവയെ ചൂടാക്കുമ്പോൾ. അപ്പോൾ ക്രിസ്റ്റലുകളെ ചൂടാക്കുമ്പോൾ പ്രത്യേക കളറുകൾ ഉണ്ടാകാനുള്ള കാരണം ഈ ഇലക്ട്രോണുകൾ സ്ഥിതി ചെയ്യുന്ന ഈ പൊസിഷനുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ പൊസിഷനുകൾ എന്ത് വിളിച്ചത്? എഫ് സെൻറ്റർ എന്ന് വിളിച്ചത്. ആ എഫ് സെൻറ്റർ എന്ന വാക്ക് വന്നത് ഫാർബൻ സെൻറ്റർ എന്ന ജർമ്മൻ വേർഡിൽ നിന്നാണ്. കാരണം ഫാർബൻ സെൻറ്റർ എന്ന ആ ജർമ്മൻ വേർഡിൻ്റെ അർത്ഥം കളർ സെൻറ്റർ എന്നാണ്, കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൻറ്റർ എന്നാണ്. ഇനി നമുക്ക് നോക്കാം, ഈ ക്രിസ്റ്റലിനെ ചൂടാക്കുമ്പോൾ എങ്ങനെയാണ് ഈ എഫ് സെൻറ്റർ മൂലം കളർ ഉണ്ടാകുന്നത്. ദ കളർ റിസൾട്ട് ബൈ എക്സൈറ്റേഷൻ ഓഫ് ഇലക്ട്രോൺസ് അറ്റ് എഫ് സെൻറ്റർ വെൻ ദേ അബ്സോർബ് എനർജി ഫ്രം വിസിബിൾ ലൈറ്റ് ഫാളിംഗ് ഓൺ ദി ക്രിസ്റ്റൽ. ആ കളർ എങ്ങനെ ഉണ്ടാകുന്നത്? ദ കളർ റിസൾട്ട് ബൈ എക്സൈറ്റേഷൻ ഓഫ് ഇലക്ട്രോൺ അറ്റ് എഫ് സെൻറ്റർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എഫ് സെൻറ്റർ എന്ന് പറയുമ്പോൾ അവിടെ ആരുണ്ട്? ഇലക്ട്രോണുകളുണ്ട്. നമ്മൾ ഈ ക്രിസ്റ്റലിനെ ചൂടാക്കുമ്പോഴാണ് അതിന് കളർ വരുന്നത്. അപ്പോൾ ചൂടാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഹീറ്റാണ് കിട്ടുന്നത്. ആ ഹീറ്റിനെ ആര് അബ്സോർബ് ചെയ്യും? ആ എഫ് സെൻറ്ററിനകത്തുള്ള ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യും. അങ്ങനെ ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോണിന് എക്സൈറ്റേഷൻ സംഭവിക്കും. ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് പോകും. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രജൻ സ്പെക്ട്രമൊക്കെ. അങ്ങനെ ഹയർ എനർജി ലെവലിലേക്ക് പോയാൽ സ്വാഭാവികമായിട്ടും ആ ഇലക്ട്രോൺ അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യും? തിരിച്ച് അതിൻ്റെ ലോവർ ലെവലിലേക്ക് തന്നെ തിരിച്ചു വരും. എങ്ങനെ? അത് അബ്സോർബ് ചെയ്ത എനർജിയെ എമിറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ ആ എമിറ്റ് ചെയ്യുന്ന എനർജിക്ക് തുല്യമായ ഒരു കളറായിരിക്കും നമ്മൾ കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് അത് തന്നെയാണ്. ഈ കളറ് ഉണ്ടാകാനുള്ള കാരണം ബൈ എക്സൈറ്റേഷൻ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണുകൾ എക്സൈറ്റ് ചെയ്യപ്പെടുന്നു. ഇലക്ട്രോൺ എവിടെയുള്ളത്? അറ്റ് എഫ് സെൻറ്റർ. എഫ് സെൻറ്ററിലുള്ള ഇലക്ട്രോണുകൾ എക്സൈറ്റ് ചെയ്യപ്പെടുന്നു. എപ്പോൾ? വെൻ ദേ അബ്സോർബ് എനർജി ഫ്രം വിസിബിൾ ലൈറ്റ്. അഥവാ ലൈറ്റ് ഫാളിംഗ് ഓൺ ദി ക്രിസ്റ്റൽ. ക്രിസ്റ്റലിനകത്ത് ഏതെങ്കിലും ലൈറ്റ് തട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ആ ഇലക്ട്രോൺ അതിനാവശ്യമായ എനർജി അബ്സോർബ് ചെയ്യുന്നു, എക്സൈറ്റേഷൻ സംഭവിക്കുന്നു, തിരിച്ച് ലോവർ ലെവലിലേക്ക് തന്നെ വരുന്നു. അപ്പോൾ അത് എനർജി എമിറ്റ് ചെയ്യുന്നു. ആ എനർജിക്ക് തുല്യമായൊരു കളർ കാണപ്പെടുന്നു. ഇവിടെ നോക്കൂ, ഒരു ക്രിസ്റ്റൽ കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിങ്ങനെ ചെക്ക് ചെയ്താൽ ഇവിടെ ഒരു നെഗറ്റീവിൻ്റെ ഈ ഒരു ഭാഗത്ത് നെഗറ്റീവ് കുറവുണ്ട്, അഥവാ ആനയോൺ വാക്കൻസി ഉണ്ട്. പക്ഷേ ആനയോൺ വാക്കൻസി ഒഴിഞ്ഞു കിടക്കുകയാണോ? അല്ല. എന്താ സംഭവിച്ചത്? അവിടെ ഒരു ഇലക്ട്രോൺ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്പേസിനെ വിളിക്കുന്ന പേരാണ് എഫ് സെൻറ്റർ. ഈ ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇതിപ്പോൾ എന്ത് സംഭവിച്ചതാണ്? ഇതിപ്പോൾ ഒരു ഡിഫക്റ്റ്. അതിന് ഡിഫക്റ്റ് ഇല്ലെങ്കിൽ ഇവിടെ സത്യത്തിൽ പറഞ്ഞാൽ ഇവിടെ എന്താ വരേണ്ടത്? പോസിറ്റീവ് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു നെഗറ്റീവാണ് വരേണ്ടത്. പക്ഷേ നെഗറ്റീവ് അവിടുന്ന് പോയി, ആനയോൺ വാക്കൻസി. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് കൂടി? പോസിറ്റീവ് ചാർജ് കൂടി. അതുകൊണ്ട് ഇതിനെന്ത് വിളിക്കാം? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് വിളിക്കാം. പക്ഷേ അപ്പോൾ അതിൻ്റെ ചാർജ് പോസിറ്റീവ് ആവും. അപ്പോൾ ആ പോസിറ്റീവ് ആകാതിരിക്കണമെങ്കിൽ അതിന് തുല്യമായ ഒരു നെഗറ്റീവ് ചാർജ് ഇവിടെ വരണം. അപ്പോൾ അതിന് തുല്യമായ ഒരു ഇലക്ട്രോൺ ഇവിടെ വരും. ക്ലിയർ അല്ലേ? ഇനി 2 പോസിറ്റീവാണ് ഇവിടുന്ന് പോകുന്നതെങ്കിലും അപ്പോൾ 2 ഇലക്ട്രോൺ വന്ന് നിൽക്കും. അപ്പോഴല്ലേ ഇലക്ട്രോൺ ചാർജ് ന്യൂട്രൽ ആവുള്ളൂ. അപ്പോൾ ഈ ഇലക്ട്രോൺ നിൽക്കുന്ന ഈ സ്ഥലത്തെയാണ് എഫ് സെൻറ്റർ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിനെ ഇപ്പോൾ ഈ ഡിഫക്റ്റ് സംഭവിച്ചതിന് ശേഷം ഇതിനെ ചൂടാക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഇതിന് പ്രത്യേക കളർ വരുന്നു. കളർ വരാനുള്ള കാരണം ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? എനർജി അബ്സോർബ് ചെയ്യുന്നു, എക്സൈറ്റേഷൻ നടക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ 1-2 എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമുക്കറിയാം, വെൻ NaCl crystal is heated in an atmosphere of sodium vapor,
നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് നമ്മുടെ ഉപ്പ് വൈറ്റ് കളറാണ്. പക്ഷെ അതിനെ ഒരു സോഡിയം വേപ്പറിൻ്റെ സാന്നിധ്യത്തിൽ ചൂടാക്കിയാൽ അത് കാണാൻ പറ്റും, അതിൻ്റെ കളർ യെല്ലോ കളറായിട്ട് മാറും. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇപ്പം നമ്മൾ ഈ പറഞ്ഞതാണ്, അവിടെ ആനയോൺ വാക്കൻസി മൂലമുണ്ടാകുന്ന മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ അവിടെ ഒരു എഫ് സെൻറ്റർ ഉണ്ടാകും. ആ എഫ് സെൻറ്ററിലുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? എനർജി അബ്സോർബ് ചെയ്യുന്നു, കളർ പോകും. ഇവിടെ നോക്കൂ, ഇതിനെ ചൂടാക്കുമ്പോൾ, സോഡിയം ക്ലോറിനെ ചൂടാക്കുമ്പോൾ ദ സോഡിയം ആറ്റം ഈസ് ഡെപ്പോസിറ്റഡ് ഓൺ ദി സർഫസ് ഓഫ് ദി ക്രിസ്റ്റൽ. അപ്പോൾ ഈ സോഡിയം വേപ്പറിൽ സോഡിയം ഉണ്ടാവും. ആ സോഡിയം എന്ത് ചെയ്യുന്നു? ആ ക്രിസ്റ്റലിൻ്റെ ഉപരിതലത്തിൽ സർഫസിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ദ Cl- അയോൺ ഈ ക്രിസ്റ്റലിനകത്ത് Na+ ഉണ്ട്, Cl- ഉണ്ട്, കുറേ Na+ കുറേ Cl- ഉണ്ട്. ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഏതാണ്? ഈ സോഡിയം വേപ്പറിൽ അടങ്ങിയ സോഡിയമാണ് മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റലിനകത്തുള്ള Cl- അയോൺ ഡിഫ്യൂസ് ടു ദി സർഫസ്, ആ ഉപരിതലത്തിലേക്ക് അത് മൂവ് ചെയ്യും. ആൻഡ് കമ്പൈൻ വിത്ത് Na+ അയോൺ, അവിടെയുള്ള സോഡിയം അയോണുമായിട്ട് കൂടിച്ചേരും. അങ്ങനെ NaCl ആയിട്ട് മാറും. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? സോഡിയം ആറ്റമാണ്. പക്ഷേ Cl- കൂടിച്ചേരണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സോഡിയം ആറ്റം Na+ ആയിട്ട് മാറണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഈ Cl- ഈ ഡെപ്പോസിറ്റ് ചെയ്ത സോഡിയത്തിന് അടുത്തേക്ക് എത്തുമ്പോൾ ആ സോഡിയം പ്ലസ് ആയിട്ട് മാറും. എങ്ങനെ? ഒരു ഇലക്ട്രോൺ റിലീസ് ചെയ്തിട്ട്. അങ്ങനെ ആ Na+ഉം Cl- കൂടി ചേർന്ന് NaCl ഉണ്ടാവും. അപ്പോൾ ആ റിലീസ് ചെയ്ത ഇലക്ട്രോൺ ഉണ്ടല്ലോ, ദ റിലീസ്ഡ് ഇലക്ട്രോൺ ബൈ Na+ അയോൺ, ഈ Na+ അയോൺ പുറത്ത് വിട്ട ഇലക്ട്രോൺ ഡിഫ്യൂസ് ഇൻ ടു ദി ക്രിസ്റ്റലിനകത്തേക്ക് വരും. ആൻഡ് ഓക്കുപ്പൈ ദ സൈറ്റ് ലെഫ്റ്റ് ബൈ Cl- അയോൺ. ഇവിടെ നിന്ന് പോയ Cl- അയോൺ ഒഴിച്ചിട്ട സ്ഥലമുണ്ട്, ആനയോൺ വാക്കൻസി, അവിടെ വന്ന് നിൽക്കും ഈ ഇലക്ട്രോൺ. അങ്ങനെ ആ ഇലക്ട്രോൺ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എഫ് സെൻറ്റർ. ദിസ് ഇലക്ട്രോൺ അണ്ടർഗോ എക്സൈറ്റേഷൻ ബൈ അബ്സോർബിങ് എനർജി ഫ്രം വിസിബിൾ ലൈറ്റ് ഫാളിങ് ഓൺ ഇറ്റ്. അപ്പോൾ ഈ ഇലക്ട്രോണാണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ മുകളിൽ ലൈറ്റ് തട്ടുമ്പോൾ അല്ലെങ്കിൽ അതിനെ ചൂടാക്കുമ്പോൾ അതിൻ്റെ എനർജി അബ്സോർബ് ചെയ്യുന്നു, എക്സൈറ്റേഷൻ സംഭവിക്കുന്നു. അങ്ങനെ ഇറ്റ് ഗീവ് യെല്ലോ കളർ ടു ദി ക്രിസ്റ്റൽ. ഇത് ചോദിക്കാറുണ്ട്, നന്നായിട്ട് പഠിക്കണം. അതുപോലെ രണ്ടാമത്തെ ഒരു എക്സാമ്പിളാണ് ലിഥിയം ക്ലോറൈഡ്. ഇതേ സംഭവം തന്നെയാണ്, സോഡിയത്തിന് പകരം ലിഥിയാണെന്ന് മാത്രം. ലിഥിയം ക്ലോറൈഡ് പ്രത്യേകിച്ച് കളറൊന്നുമില്ല, പക്ഷെ ചൂടാക്കിയാൽ പിങ്ക് കളറായിട്ട് മാറും. വെൻ ഇറ്റ്സ് ക്രിസ്റ്റൽസ് ആർ ഹീറ്റഡ് ഇൻ അറ്റ്മോസ്ഫിയർ ഓഫ് ലിഥിയം വേപ്പർ. അപ്പോൾ ലിഥിയം വേപ്പറിൻ്റെ സാന്നിധ്യത്തിൽ ലിഥിയം ക്ലോറൈഡിനെ ചൂടാക്കുമ്പോൾ മാത്രമാണ് പിങ്ക് കളർ, അല്ലെങ്കിൽ അതിന് വൈറ്റ് കളറാണ്. അതുപോലെ പൊട്ടാഷ്യം ക്ലോറൈഡ് വൈറ്റ് കളറാണ്. പൊട്ടാഷ്യം ക്ലോറൈഡിനെ പൊട്ടാഷ്യം വേപ്പറിൻ്റെ സാന്നിധ്യത്തിൽ ചൂടാക്കിയാൽ അവിടെ എന്ത് സംഭവിക്കും? അതിന് കളർ മാറും, വയലറ്റ് കളർ അല്ലെങ്കിൽ ലൈലാക്ക് കളർ എന്ന് പറയും. അപ്പോൾ ഈ പറഞ്ഞ അതേ എക്സ്പ്ലനേഷൻ തന്നെയാണ് ലിഥിയം ക്ലോറൈഡിലും പൊട്ടാഷ്യം ക്ലോറൈഡിലും. പക്ഷേ അത് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സോഡിയം ആറ്റം എന്നതിന് പകരം എന്ത് പറയണം? ഇവിടെ ലിഥിയം ആറ്റം ആയിരിക്കും, ലിഥിയം അയോൺ ആയിരിക്കും. അതുപോലെ ഇവിടെ പൊട്ടാഷ്യം ആറ്റം ആയിരിക്കും, പൊട്ടാഷ്യം അയോൺ ആയിരിക്കും. അപ്പോൾ ഈ കളറൊക്കെ ചോദിക്കാറുണ്ട്. സോഡിയം ക്ലോറൈഡ് നോർമലി വൈറ്റ് ആണ്, പക്ഷേ സോഡിയം വേപ്പറിൻ്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ അത് യെല്ലോ കളറാകുന്നു. ലിഥിയം ക്ലോറൈഡും നോർമലി വൈറ്റ് ആണ്, ചൂടാക്കുമ്പോൾ ലിഥിയം വേപ്പറിൻ്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ പിങ്ക് കളറാകുന്നു. പൊട്ടാഷ്യം ക്ലോറൈഡ് നോർമലി വൈറ്റ് ആണ്, പൊട്ടാഷ്യം വേപ്പറിൻ്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ വയലറ്റ് കളർ, ലൈലാക്ക് കളർ. അത് ഒറ്റ വാക്കിൽ ചോദിക്കുകയാണെങ്കിൽ കാരണം എന്താണ്? എഫ് സെൻറ്ററാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ബൈ ആനയോൺ വാക്കൻസി. ഒരു ആനയോൺ നഷ്ടപ്പെടുമ്പോൾ മെറ്റൽ എക്സസ് ആകുന്ന ഡിഫക്റ്റ്. ഇനി ഞാൻ പറഞ്ഞിരുന്നു രണ്ട് രൂപത്തിൽ സാധ്യമാണ്. രണ്ടാമത്തേത് ഏതാണ്? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ അറ്റ് ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ്. അത് അവിടെ ആനയോൺ നഷ്ടപ്പെടുന്നില്ല, പകരം ആ ക്രിസ്റ്റലിനകത്ത് പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് ചാർജുള്ള അയോൺ എക്സ്ട്രാ കാറ്റയോൺ. അപ്പോൾ എക്സ്ട്രാ കാറ്റയോണ് ഇപ്പോൾ നമുക്കറിയാലോ, സോഡിയത്തിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്, അതാണ് ഐഡിയൽ ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് കുറച്ചധികം കാറ്റയോൺ വന്നാൽ എന്ത് സംഭവിക്കും? അതൊരു ഡിഫക്റ്റാണ്. പക്ഷെ ആ ഡിഫക്റ്റ് എങ്ങനെ ഉണ്ടായത്? എക്സ്ട്രാ കാറ്റയോൺ അറ്റ് ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ്. അപ്പോൾ എക്സ്ട്രാ കാറ്റയോൺ വരുമ്പോൾ അത് മെറ്റൽ എക്സസാ, മെറ്റൽ ഡെഫിഷ്യൻസിയാ? മെറ്റൽ എക്സസിലാണ് ഇവിടെ. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ. എവിടെ? അറ്റ് ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ്.
ഇറ്റ് ഈസ് ഫോംഡ് വെൻ എക്സ്ട്രാ കാറ്റയോൺസ് ആർ പ്രസൻറ്റ് അറ്റ് ദി ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. അപ്പോൾ ഇവിടെ എന്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് പാടില്ല, എന്ത് ഡിഫക്റ്റ് സംഭവിച്ചാലും ആ അയോണിൻ്റെ ചാർജിനൊന്നും സംഭവിക്കാൻ പാടില്ല, ചാർജ് ന്യൂട്രൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ പോസിറ്റീവായിട്ടുള്ള എക്സ്ട്രാ കാറ്റയോൺ വന്നാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ചാർജ് എന്തായിട്ട് മാറും, പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ ആ പോസിറ്റീവ് ചാർജിനെ ഇല്ലാതാക്കി അതിനെ ന്യൂട്രൽ ആക്കണമെങ്കിൽ എന്ത് വേണ്ടി വരും, എത്ര കാറ്റയോൺ വന്നിട്ടുണ്ടോ അതിന് തുല്യമായ ഇലക്ട്രോണുകൾ ആ ക്രിസ്റ്റലിനകത്ത് വരണം. എവിടെ വരും, തൊട്ടടുത്ത ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ തൊട്ടടുത്ത എണ്ണം ഇലക്ട്രോണുകൾ വരും. ടു മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി അപ്രോപ്രിയേറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൾസോ പ്രസൻറ്റ് അറ്റ് ദ നെയ്ബറിംഗ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. അപ്പോൾ അവിടെ എക്സ്ട്രാ കാറ്റയോൺ വരുമ്പോൾ ആ ക്രിസ്റ്റലിന് പോസിറ്റീവ് ചാർജ് വരും. പക്ഷേ ആ ക്രിസ്റ്റലിൻ്റെ ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി എത്ര കാറ്റയോൺ അവിടെ എക്സ്ട്രാ വന്നിട്ടുണ്ടോ അതിന് തുല്യമായ അപ്രോപ്രിയേറ്റ് നമ്പർ ഇലക്ട്രോണുകൾ എവിടെ വരും, ഈ കാറ്റയോൺ സ്ഥിതി ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് നൈബറിംഗ് ആയിട്ടുള്ള സൈറ്റിൽ ഇലക്ട്രോണുകൾ വന്ന് നിൽക്കും. അപ്പോൾ ചാർജ് എന്താവും, ന്യൂട്രലാവും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, ഇത്തരം ഡിഫക്റ്റ് കാണിക്കുന്ന ഒരു എക്സാമ്പിളാണ് സിങ്ക് ഓക്സൈഡ്. സിങ്ക് ഓക്സൈഡ് നോർമലി വൈറ്റ് കളറാണ്, പക്ഷെ ചൂടാക്കിയാൽ അത് ഈ ഡിഫക്റ്റ് കാണിക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. സിങ്ക് ഓക്സൈഡ് ഈസ് വൈറ്റ് ഇൻ കളർ അറ്റ് റൂം ടെമ്പറേച്ചർ. ഓൺ ഹീറ്റിംഗ് ഇറ്റ് ലോസസ് ഓക്സിജൻ ആൻഡ് ടേൺസ് യെല്ലോ കളർ. വൈറ്റ് എന്താവുന്നു, യെല്ലോ കളർ. അപ്പോൾ യെല്ലോ കളറുള്ള സിങ്ക് ഓക്സൈഡ് ഡിഫക്റ്റഡ് സിങ്ക് ഓക്സൈഡ് ആണ്. ഏത് ഡിഫക്റ്റാണ്, മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആണ്. അതിൽ തന്നെ ഏത് കാറ്റഗറിയാണ്, മെറ്റൽ എക്സസ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ. അതെങ്ങനെ വരുന്നു, ഇപ്പോൾ നോക്കൂ. സിങ്ക് ഓക്സൈഡ് ചൂടാക്കാതിരിക്കുമ്പോൾ അതിൽ Zn2+O2- Zn2+O2- Zn2+O2-, ആ പെർഫെക്റ്റ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും. പക്ഷെ ചൂടാക്കിയാൽ എന്ത് സംഭവിക്കുന്നു, സിങ്ക് അയോണായിട്ട് മാറുന്നു, +12O2+2 ഇലക്ട്രോൺ. അഥവാ ചൂടാക്കുന്നതോടുകൂടി അതിലുള്ള ആ അറേഞ്ച്മെൻറ്റിലുള്ള കുറച്ച് ഓക്സൈഡ് അയോൺ O2- എന്തായിട്ട് മാറും, ഓക്സിജനായിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, അവിടെ ആരധികം വന്നു, എത്ര ഓക്സൈഡ് അയോണുകൾ ഓക്സിജനായിട്ട് മാറിയോ അത്രയും എണ്ണം Zn2+ അധികം വന്നില്ലേ. അപ്പോൾ ആ അധികം വന്ന Zn2+ നേരത്തെ എവിടെ ഉണ്ടായിരുന്നത്, നേരത്തെ Zn2+ അതിൻ്റെ ഒറിജിനൽ ലാറ്റിസൈറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്, ഓക്സൈഡ് അയോണും ലാറ്റിസൈറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിനെ ചൂടാക്കിയപ്പോൾ 1-2 ഓക്സൈഡ് അയോണുകൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു, പുറത്തേക്ക് പോയി. അപ്പോൾ ആ നഷ്ടപ്പെട്ടതിന് തുല്യമായ എണ്ണം Zn2+ അയോണുകൾ അതിൻ്റെ ലാറ്റിസ് സൈറ്റിൽ നിന്ന് മാറി എങ്ങോട്ട് മാറി നിൽക്കും, ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് മാറി നിൽക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ചാർജ് എന്തായി, ഓക്സൈഡ് അയോൺ 2 പോയിട്ടുണ്ടെങ്കിൽ 2 പോസിറ്റീവ് ചാർജ് വരും. പക്ഷേ ആ പോസിറ്റീവ് ചാർജ് വരുമ്പോൾ ക്രിസ്റ്റലിൻ്റെ ചാർജ് പോസിറ്റീവായിട്ട് മാറും. അതില്ലാതാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഈ Zn2+ ആയി മാറിയപ്പോൾ അവിടെ ഉണ്ടായ 2 ഇലക്ട്രോണുകളുണ്ട്. ആ 2 ഇലക്ട്രോണുകൾ പുറത്തു പോകുന്നില്ല, അതെവിടെ നിൽക്കും, തൊട്ടടുത്ത നെയ്ബറിംഗ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ തന്നെ ഒക്കുപ്പൈ ചെയ്യും. അങ്ങനെ ചാർജ് കീപ്പ് ചെയ്യപ്പെടും. അപ്പോൾ സിങ്ക് ഓക്സൈഡ് വൈറ്റ് ആണ്, റൂം ടെമ്പറേച്ചർ, വെൻ ഹീറ്റിംഗ് ഇറ്റ് ബിക്കംസ് യെല്ലോ. ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ എഴുതണം, എന്നിട്ട് പറയണം ഓക്സിജൻ രൂപത്തിൽ നഷ്ടപ്പെട്ടു, അപ്പോൾ അവിടെ എക്സസ് ആയി വരുന്ന സിങ്ക് അയോണുകൾ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് മാറി നിന്നു. അപ്പോൾ അതിൻ്റെ ചാർജ് ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി തുല്യം ഇലക്ട്രോണുകൾ, അത്രയും എണ്ണം ഇലക്ട്രോൺ നെയ്ബറിംഗ് സ്പേസിൽ വന്ന് നിൽക്കുന്നു. ഇതാണ് എക്സസ് Zn2+. ഇവിടെ എക്സസ് കൊണ്ട് ഉദ്ദേശിച്ചത് ഈ ഓക്സൈഡ് അയോൺ പോയപ്പോൾ അതിന് തുല്യമായ സിങ്ക് അയോണുകൾ. ആ എക്സസ് സിങ്ക് അയോണുകൾ മൂവ് ടു ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് ആൻഡ് ഈക്വലന്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ ആൾസോ അക്കോമഡേറ്റഡ് അറ്റ് ദ നെയ്ബറിംഗ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. അപ്പോൾ ഇതാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. 2 വിധത്തിൽ, ഒന്ന് ആനയോൺ വാക്കൻസി, അവിടെ കുറേ കാര്യങ്ങളുണ്ട്. രണ്ടാമത്തത് ഡ്യൂ ടു പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ അറ്റ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. എക്സാമ്പിളുകൾ പഠിക്കണം, കളറുകളൊക്കെ പഠിക്കണം. ഇവിടെ നന്നായിട്ട് ചോദ്യം വരാറുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു നോൺ സ്റ്റോക്കിയോമെട്രിക്ക് 2 ടൈപ്പാണ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, അതിപ്പോൾ 2 കാറ്റഗറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ നോൺ സ്റ്റോക്കിയോമെട്രിയിലെ രണ്ടാമത്തെ വിഭാഗമാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. മെറ്റൽ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ, മെറ്റൽ കുറയുക. ഇവിടെ മെറ്റൽ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, കാറ്റയോൺ കുറയുക. കാറ്റയോൺ കുറയുന്നത് എങ്ങനെയായിരിക്കും, കാറ്റയോൺ എങ്ങനെ കുറയാം,
ഇതിനൊറ്റ സാധ്യതയുള്ളൂ, കാറ്റയോൺ വാക്കൻസി. നമ്മൾ നേരത്തെ പറഞ്ഞ ആനയോൺ വാക്കൻസി അല്ല, അതിന് നേരെ ഓപ്പോസിറ്റ് കാറ്റയോൺ വാക്കൻസി. എന്താ കാറ്റയോൺ വാക്കൻസി എന്ന് പറഞ്ഞാൽ എന്താ? കാറ്റയോൺ അഥവാ പോസിറ്റീവ് അയോണുകൾ മിസ്സാകുക. ഫോംഡ് വെൻ സം കാറ്റയോൺസ് ആർ മിസ്സിങ് ഫ്രം ദെയർ ലാറ്റിസ് സൈറ്റ്. കുറച്ച് കാറ്റയോണുകൾ അവയുടെ ലാറ്റിസ് സൈറ്റിൽ നിന്ന് നഷ്ടപ്പെടുക. അപ്പോൾ ടു മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കാൻ പാടില്ല? ആ ക്രിസ്റ്റലിൻ്റെ ചാർജിനൊന്നും വരാൻ പാടില്ല. അപ്പോൾ ആ ചാർജ് ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി അഡ്ജസൻറ്റ് മെറ്റൽ ആറ്റം അക്വയേഴ്സ് എക്സ്ട്രാ പോസിറ്റീവ് ചാർജ്. തൊട്ടടുത്തുള്ള മെറ്റൽ ആറ്റം അല്ലെങ്കിൽ അയോണുകൾ അതിനെന്ത് വരുന്നു? എക്സ്ട്രാ പോസിറ്റീവ് ചാർജ് വരും. കാരണം ഇവിടെ നഷ്ടപ്പെട്ടത് എന്താണ്? കാറ്റയോണാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ പോസിറ്റീവിലാണ് കുറവുണ്ടാകുക. അപ്പോൾ ആ പോസിറ്റീവ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? തൊട്ടടുത്ത അയോണുകൾക്ക് കുറച്ചുകൂടി പോസിറ്റീവ് ചാർജ് കൂടെ, എക്സ്ട്രാ പോസിറ്റീവ് ചാർജ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് നോക്കാം. ദിസ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ഈസ് ഷോൺ ബൈ കോമ്പൗണ്ട്സ് ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. നമ്മൾ പീരിയോഡിക് ടേബിളിൽ പറഞ്ഞിട്ടുണ്ട് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് അല്ലേ? ആ ഡി ബ്ലോക്ക് എലമെൻറ്റ്സുകളാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് പറയുന്നത്. ട്രാൻസിഷൻ എലമെൻസുകളുടെ കോമ്പൗണ്ടുകളാണ് ഈ ടൈപ്പ് ഡിഫക്റ്റുകൾ സാധാരണ കാണിക്കുന്നത്. എന്താ അതിന് കാരണം? ബിക്കോസ് ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ആ മൂലകങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഒന്നിലധികം ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ട്രാൻസിഷൻ എലമെൻസുകൾക്കുണ്ട്. അതുകൊണ്ട് അവയുടെ കോമ്പൗണ്ടുകളാണ് ഇത്തരം ഡിഫക്റ്റുകൾ കാണിക്കുന്നത്. നമുക്ക് ഉദാഹരണം നോക്കാം. അയൺ ഓക്സൈഡ്, അയൺ സൾഫൈഡ്, നിക്കൽ ഓക്സൈഡ്. ഇതിൽ അയൺ, നിക്കൽ ഇതൊക്കെ ഏത് എലമെൻ്റാണ്? ട്രാൻസിഷൻ എലമെൻ്റ്. അതിൽ അയൺ ഓക്സൈഡിൻ്റെ കേസ് നമുക്കൊന്ന് പരിശോധിക്കാം. അയൺ ഓക്സൈഡ് ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് വിത്ത് എ കോമ്പോസിഷൻ ഓഫ് Fe0.95O. In crystals of iron oxide, some of Fe2 plus cations are missing and the loss of positive charge is made up by presence of required number of Fe3 plus ions. നമുക്കറിയാം അയൺ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ അതൊരു പെർഫെക്റ്റ് ക്രിസ്റ്റൽ ആണെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്? Fe2 പ്ലസ് O2 മൈനസ് Fe2 പ്ലസ് O2 മൈനസ് Fe2 പ്ലസ് O2 മൈനസ് Fe2 പ്ലസ് O2 മൈനസ്, പോസിറ്റീവ് നെഗറ്റീവ്, പെർഫെക്റ്റ് ആണ്. ഇനി അതിൽ ഈ ടൈപ്പ് ഡിഫക്റ്റ് വരുന്നു, കാറ്റയോൺ മിസ്സാകുന്നു. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ ആരാണ്? Fe2 പ്ലസ്. അപ്പോൾ Fe2 പ്ലസ് മിസ്സായി. അപ്പോൾ എന്ത് സംഭവിക്കും? അത് എത്ര എണ്ണം മിസ്സായിട്ട്, അപ്പോൾ ഉദാഹരണം ഒന്ന് മിസ്സായി സങ്കല്പിക്കുക, ഒന്ന് മിസ്സായി. അപ്പോൾ അത് ഒരു ഡിഫക്റ്റാണ്. അത് ഏത് ഡിഫക്റ്റാണ്? മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. അതെങ്ങനെ ഉണ്ടായത്? കാറ്റയോൺ നഷ്ടപ്പെട്ടത് മൂലം. അപ്പോൾ എന്ത് സംഭവിക്കും അവിടെ? അപ്പോൾ അതിൻ്റെ റേഷ്യോക്ക് മാറ്റം വന്നില്ലേ? ഒരു അയണിൻ്റെ Fe2 പ്ലസ് അയോൺ കുറഞ്ഞില്ലേ? അപ്പോൾ അതുകൊണ്ടാണത് ശരിക്കും ഒരു ഓക്സൈഡിന് ഒരു Fe വരണം. പക്ഷേ സാധാരണഗതിയിൽ അയൺ ഓക്സൈഡ് ഈ ഡിഫക്റ്റ് കാണിക്കുന്നത് കൊണ്ട് അവിടെ അയണിൻ്റെ എണ്ണത്തിൽ ചെറിയൊരു കുറവ് കാണും. അതുകൊണ്ടാണിത് 1:1 റേഷ്യോ വരാത്തത്. ആ റേഷ്യോയിൽ ചെറിയൊരു മാറ്റം വന്നു. ഓക്കെ, ഇനി ഇങ്ങനെ നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? O2 മൈനസ് അധികമാവും, ചാർജ് നെഗറ്റീവ് ആവും. അപ്പോൾ ചാർജ് നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടല്ലോ, ആ ന്യൂട്രാലിറ്റി വരുത്താൻ വേണ്ടി ആരാണ് വന്നിരുന്നത്? ഇലക്ട്രോണാണ് വന്നിരുന്നത്. തൊട്ടടുത്ത് വന്ന് നിൽക്കുമായിരുന്നു അല്ലേ? ഇവിടെ ഇലക്ട്രോൺ വന്നാൽ പറ്റുമോ? ഇല്ല. ഇവിടെ ആൾറെഡി ഏത് ചാർജാണ് അധികം? നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ നെഗറ്റീവിനെ കുറയ്ക്കണമെങ്കിൽ എന്ത് വരണം? പോസിറ്റീവ് ചാർജ് വരണം. പോസിറ്റീവ് ചാർജ് സാധാരണ നമ്മൾ പഠിച്ചത് പ്രോട്ടോണാണ്. പക്ഷെ ഇവിടെ പ്രോട്ടോൺ അല്ല വരുന്നത്. കാരണം പ്രോട്ടോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിനകത്തുള്ളതാണ്, അതിനൊന്നിനും കിട്ടൂല. അപ്പോൾ ഇവിടെ അധികമുള്ള നെഗറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ എന്ത് വരണം? അതാണ് പറയുന്നത് അഡ്ജസൻറ്റ് മെറ്റൽ ആറ്റം അക്വയർസ് എക്സ്ട്രാ പോസിറ്റീവ് ചാർജ്. അപ്പോൾ തൊട്ടടുത്തുള്ള ഇവിടുന്ന് Fe2 പ്ലസ് ഒന്നാണ് പോയിട്ടുള്ളത്, അപ്പുറത്തൊക്കെ എന്തുണ്ടാവും? Fe2 പ്ലസ് അയൺ ഉണ്ടായിരിക്കും. അപ്പോൾ തൊട്ടടുത്തുള്ള Fe2 പ്ലസ് അയോണിന് എക്സ്ട്രാ പോസിറ്റീവ് ചാർജ് കൊടുക്കുക. അഥവാ Fe2 പ്ലസ് എന്തായിട്ട് മാറും? Fe3 പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ ഒരു Fe2 പ്ലസ് ഒരു Fe3 പ്ലസ് ആയി. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജിൻ്റെ കുറവ് നികത്തി, ഒന്നും കൂടി കുറവില്ലേ? തൊട്ടടുത്ത് ഒരു Fe2 പ്ലസും കൂടി എന്തായിട്ട് മാറും? Fe3 പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ എത്ര കാറ്റോൺ ഇവിടുന്ന് മിസ്സാകുന്നോ അതിനനുസരിച്ച് തൊട്ടടുത്തുള്ള അയോണിൽ പോസിറ്റീവ് ചാർജ് കൂടാം. അത് Fe2 പ്ലസ് Fe3 പ്ലസ് ആയി. അപ്പോൾ ഇങ്ങനെ 2 പ്ലസ് ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, 3 പ്ലസ് വേറെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. എല്ലാ മൂലകങ്ങളും
ഇതേപോലെ ഡിഫറൻറ്റ് ഓക്സിഡൈസ് സ്റ്റേറ്റ് കാണിക്കുന്നില്ല. അങ്ങനെ കാണിക്കുന്നത് ഏത് മൂലകങ്ങൾ മാത്രമേ ഉള്ളൂ? ട്രാൻസിഷൻ എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവയുടെ കോമ്പൗണ്ടുകളിൽ ഈ വിധത്തിലുള്ള കാറ്റയോൺ വാക്കൻസി മൂലമുള്ള മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ആ കോമ്പൗണ്ടുകളാണ് കാണിക്കുന്നത് എന്ന് പറയാനുള്ള കാരണം. ഇനി നമ്മൾ